തൊഴിൽ ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി പൂർണ്ണമായി മാറ്റി. ഗ്യാരണ്ടിയും മഹാത്മജിയും മാറ്റി, രണ്ടും മാറ്റി. ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പദ്ധതി എന്നാണോ തുടങ്ങുന്നത്, പദ്ധതി എന്നാണോ ചെയ്യുന്നത്, ആ പദ്ധതിക്ക് വേണ്ടി മാത്രമേ ജോലിക്കാരെ വിളിക്കുള്ളൂ. സംസ്ഥാന സർക്കാരിന് 40% കൊടുക്കാൻ കഴിയില്ല. സർക്കാരിന് ഒരു കാരണവശാലും ഏത് സർക്കാർ വന്നാലും കൊടുക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1, 2, 3 പദ്ധതി ഒരു പഞ്ചായത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പദ്ധതിക്ക് പൈസ ഫണ്ട് മാറാതെ ബില്ല് മാറാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ തൊഴിലുറപ്പങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന 125 തൊഴിൽ ദിനേക്ക് പോകാനായിട്ട് ഈ 25 തൊഴിൽ ദിനം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. രണ്ടാമത്തെ കാര്യം, ABC കാറ്റഗറി തിരിച്ചതോടുകൂടി എ കാറ്റഗറിയിൽ തൊഴിലുറപ്പുണ്ടോ എന്ന് പോലും സംശയമാണ്. തത്വത്തിൽ പറഞ്ഞാൽ തൊഴിലുറപ്പിൽ ഈ ഒരു മാറ്റം കൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പിൻ്റെ വേതനം കിട്ടുന്നത്, ദിവസം കിട്ടുന്നത്, തൊഴിൽ ദിനം കിട്ടുന്നത് വളരെ കുറയും എന്നുള്ളതാണ് വാസ്തവം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. പേരുമാറ്റം മാത്രമല്ല, അടിമുടി മാറുകയാണ്. തൊഴിലാളികളെ മാത്രമല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെയും സമൂഹത്തെയും മൊത്തം തന്നെ ബാധിക്കുകയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ മാറ്റങ്ങൾ. അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുകയാണ് മെക്സ കേരളയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീവ് ഖാൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആ പദ്ധതി ഏറ്റെടുക്കുന്നതിൽ ഇപ്പോൾ പുതിയൊരു പേരുമാറ്റത്തിലൂടെ ആ പദ്ധതി ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇത് ദാരിദ്ര്യ ലഘൂകരണമായിരുന്നു ലക്ഷ്യം. ഇനി അത് പൂർണ്ണമായി അസറ്റ് ക്രിയേഷനിലേക്ക് മാറുകയാണ്. പുറത്തു നിന്ന് വീക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെല്ലാം നാഷണൽ വേസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഈ ദാരിദ്ര്യ ലഘൂകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട്. പക്ഷേ ഈ പദ്ധതി രൂപീകരിക്കുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? ഡിമാൻഡ് ചെയ്ത് ഉള്ള ജോലിയായിരുന്നു. ഡിമാൻഡ് ചെയ്യുമ്പോൾ ഉള്ള, അതായത് അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒരു തൊഴിലാളി വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു അപേക്ഷ വയ്ക്കുകയാണ്, എനിക്ക് ജോലി വേണം എന്ന് അപേക്ഷ വെച്ചാൽ 15 ദിവസത്തിനുള്ളിൽ ആ വ്യക്തിക്ക് ജോലി കൊടുക്കണം. ആ പഞ്ചായത്തിൻ്റെ പരിസരത്ത് തൊട്ടടുത്തൊന്നും ജോലിയില്ലെങ്കിൽ ദൂരെ കൊണ്ടുപോയി വേണമെങ്കിലും ജോലി കൊടുക്കാം. അപ്പോൾ ആ ബസ് ഫെയർ ഉൾപ്പെടെ കൊടുക്കത്തക്ക സംവിധാനം നിലവിൽ ഈ പദ്ധതിയിലുണ്ട്. പക്ഷേ ഇനിയുള്ളത് ഈ VBG റാംജി വരുമ്പോൾ പദ്ധതി മാറുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെയല്ല. ഡിമാൻഡ് ചെയ്തുള്ള പരിപാടിയല്ല. പദ്ധതികൾ ആദ്യമേ ആസൂത്രണം ചെയ്യുന്നു. പദ്ധതി എന്നാണോ ആരംഭിക്കുന്നത് അന്ന് അതിന് വേണ്ട തൊഴിലാളികളെ വിളിക്കുന്നു. അല്ലാതെ ഒരാൾക്ക് തൊഴിൽ ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി പൂർണ്ണമായി മാറ്റി. ഗ്യാരണ്ടിയും മഹാത്മജിയും മാറ്റി, രണ്ടും മാറ്റി. അതാണ് അവസ്ഥ. അല്ല പേര് മാത്രം മാറിയതല്ല. അത് കാരണമായിട്ട് ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുന്ന തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പദ്ധതി എന്നാണോ തുടങ്ങുന്നത്, പദ്ധതി എന്നാണോ ചെയ്യുന്നത്, ആ പദ്ധതിക്ക് വേണ്ടി മാത്രമേ ജോലിക്കാരെ വിളിക്കുള്ളൂ. അതിന് ഉതകുന്ന ആൾക്കാരെ വിളിക്കുള്ളൂ. ഇപ്പോഴേ വൃദ്ധരായ ആൾക്കാർ, അവർക്ക് ഈ പദ്ധതിയിൽ പറ്റില്ല എങ്കിൽ അവർ വിളിക്കില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഡിമാൻഡ് ചെയ്യാൻ അധികാരം ഇല്ലല്ലോ. ഡിമാൻഡ് ചെയ്യാൻ അധികാരം ഇല്ലാത്തതിൻ്റെ പേരിന് ആരെ വിളിക്കുന്നു അവർക്ക് മാത്രമേ തൊഴിൽ ചെയ്യാൻ അനുവാദം ഉണ്ടാവൂ. ഇപ്പം പദ്ധതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പോലെ തന്നെ സ്ട്രക്ചറിലും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അത് തൊഴിലാളികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ പദ്ധതിയിൽ വന്ന മാറ്റം പോലെ സ്ട്രക്ചറിൽ മാറ്റം വന്നോ എന്നുള്ളത് വ്യക്തത ഇല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 5-6 മാസം കൊണ്ടേ അതിന് വ്യക്തത വരും. പക്ഷേ ഇപ്പോഴുള്ളൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, ഞാൻ ഒരു ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നു എങ്കിലും പൊതുവേ ഉള്ള കാര്യങ്ങളെല്ലാം ചേർത്താണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നം, ഒരു ജീവനക്കാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി, ജീവനക്കാർ ആരുടേതാണെന്ന് ഇന്ന് വരെ തീരുമാനം എടുത്തിട്ടില്ല. പഞ്ചായത്തിൽ ആണ് ജോലി ചെയ്യുന്നത്. പഞ്ചായത്തിൽ, ബ്ലോക്കിൽ, ജില്ലാ ബേസ് ചെയ്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ പഞ്ചായത്തിലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് പഞ്ചായത്തിലെ സെക്രട്ടറിയും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ഒക്കെ ചേർന്നാണ് ആ ബില്ലെഴുതി എല്ലാം ക്ലിയർ ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഫണ്ട് എവിടെ നിന്നാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. ഇനി ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? ഗ്രാമവികസന വകുപ്പാണ്, ബ്ലോക്കിലാണ്. ഇതിൻ്റെ റിവ്യൂ നടത്തുന്ന ആരാണ്? ജില്ലാ കളക്ടറുടെ കെയർ ഓഫിലുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള JPC ആണ്. ഇത് ആരുടെ സ്റ്റാഫുകളാണ് എന്ന് പോലും വ്യക്തതയില്ലാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ ജീവനക്കാരുടെ ഒരു പ്രധാന പ്രശ്നം. ജീവനക്കാർ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതായത് രാഷ്ട്രീയ പ്രഷർ വളരെ മാരകമാണ്. ഏതെങ്കിലും ഒരു
പഞ്ചായത്ത് പ്രസിഡൻറ്റിന്, ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിന്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് ഒരു സ്റ്റാഫുകളെ കൊണ്ട് ഒരു മാനസിക വിഷമം ഉണ്ടായാൽ അത് മൊത്തവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്ര വർക്ക് ചെയ്താലും തീരില്ല. എത്ര വർക്ക് ചെയ്താലും തീരാത്തതാണ് തൊഴിലുറപ്പ് ജീവനക്കാരെന്ന് പറയുന്നത്. അവർ രാവിലെ തുടങ്ങി രാത്രി വരെ ഇരുന്ന് ചെയ്താലും തീരില്ല. ഇനി 5 മണി, 6 മണി, 6:30 മണി, 7 മണി വരെയൊക്കെ ഇരുന്ന് പഞ്ചായത്തിലിരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് വീട്ടിലിരുന്നും ജോലി ചെയ്യാണ്. എന്നാൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നതിനോ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ ഒന്നിനും ഇവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ജീവനക്കാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ ജീവനക്കാർ പോയി ഇവർക്ക് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും മസ്റ്ററൂൾ എടുക്കുന്നതിനും ഇവർ പഞ്ചായത്തിൽ നിന്ന് ജോലി ചെയ്യുന്നതിനും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ പോകുന്ന യാത്രക്കിടയിലോ അല്ലെങ്കിൽ വർക്ക് സൈറ്റിലോ എന്തെങ്കിലും ഒരു അപകടം വന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒരു തരത്തിലൊരു ഇൻഷുറൻസോ മെഡിക്കൽ അലവൻസോ അങ്ങനെയുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല. എന്നാൽ തൊഴിലാളികൾക്ക് ഒരു തൊഴിലിടത്ത് വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ ആ തൊഴിലാളിക്ക് എല്ലാവിധത്തിലുള്ള ചികിത്സയും സൗജന്യമാക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നവർ ഈ ജീവനക്കാരാണ്. ഈ പദ്ധതി ആരംഭിച്ചത് മുതൽ ഇതുവരെ ഏകദേശം 20 വർഷത്തോളം ആവാൻ പോകുന്നു. ആ പദ്ധതി ആരംഭിച്ച് ഇതുവരെയും ഒരേ കണക്കിന് ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. ഒരേ കണക്കിന് ജോലി ചെയ്യുന്ന ജീവനക്കാരോടൊപ്പം പുതുതായി ഒരു ഭരണസമിതി വരുമ്പോൾ ആരെങ്കിലും ഒരാളെ ഒരു സ്റ്റാഫായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാഫിന് കിട്ടുന്ന വേതനവും അന്ന് കയറിയ സ്റ്റാഫിന് കിട്ടുന്ന വേതനവും ഈ 19 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളിന് കിട്ടുന്ന വേതനവും തുല്യമാണ്. ഇന്ന് വരെ ഒരു കാറ്റഗറി ബേസ് ചെയ്തിട്ട് മാറ്റിയിട്ടില്ല. കാറ്റഗറി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് മാറിയിട്ടേയില്ല. കാറ്റഗറി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ നമ്മൾ സമരങ്ങൾ ചെയ്തു, ആവശ്യപ്പെട്ടു. ഇപ്പോഴേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൊരു നിവേദനം, അതായത് ഫയൽ 196 തവണയാണ് ഈ ജീവനക്കാരുടെ ഫയൽ അങ്ങോട്ട് ഇങ്ങോട്ട് വിട്ട് തട്ടിക്കളിച്ചത്. അതേസമയം ഇന്ന് അക്കൗണ്ടൻ്റുമാരായിട്ട് ഇരിക്കുന്ന വ്യക്തികൾ, IT അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു 5 വർഷം കഴിഞ്ഞോ 6 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ യാതൊരു വിധമായ പ്രൊമോഷനുമില്ല. ഒരുപാട് തവണ ഞങ്ങൾ പറഞ്ഞു, അവരാണ് സീനിയറായിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റാണ് എല്ലാ റിപ്പോർട്ടുകളും കൊടുക്കേണ്ടത്. അവർക്ക് വേണ്ടി യാതൊരു ആനുകൂല്യങ്ങളും ഒരു പ്രൊമോഷനും കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതിനെ ഒരു നെവർ മൈൻഡായിട്ടാണ് കാണുന്നത്. പണ്ട് വെറും 5000-6000 രൂപ സാലറിയിൽ തുടങ്ങിയ ജീവനക്കാരാണ്. ആ ജീവനക്കാർ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2011 മുതൽ 2017 വരെ കാലഘട്ടത്തിൽ ഏകദേശം 3 തവണ ശമ്പളം വർദ്ധിപ്പിച്ചു. 5000-ൽ നിന്ന് ഏകദേശം 18,500 രൂപയോളം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് സർക്കാർ പോയത്. അതിനുശേഷം വീണ്ടും 2 തവണ വർദ്ധിപ്പിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 2 തവണ സാലറി വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ 5.5 വർഷമായിട്ട് ഒരു നയ പൈസയുടെ ആനുകൂല്യങ്ങളും കൂട്ടിത്തരുകയോ അതിന് തക്കതായിട്ടുള്ള യാതൊരു വിധമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലമായ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പുതിയ പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങൾ കൂട്ടിയിട്ടുണ്ടല്ലോ. 100 ദിനങ്ങൾ എന്നുള്ളത് 125 ദിനങ്ങളെന്ന് ആക്കിയിട്ടുണ്ടല്ലോ. അത് തൊഴിലാളികൾക്ക് ഗുണം തന്നെയല്ലേ? ഇത് സത്യത്തിൽ ഇതൊരു ആശങ്കയാണ്. എല്ലാവരും ഇത് പലപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരെല്ലാം സന്തോഷിക്കുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് 125 തൊഴിൽ ദിനമാക്കിയല്ലോ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഞാൻ ഇത് സംസാരിച്ചിരുന്നു. അതായത് ഈ ഫണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് 40:60 ആക്കിയതോടുകൂടി ഈ ഫണ്ട് കിട്ടാതാവുമ്പോൾ എന്ത് സംഭവിക്കും? തൊഴിൽ ദിനം കുറയും. തൊഴിൽ ദിനം ഫണ്ട് കിട്ടാതാവുമ്പോൾ കേന്ദ്രവിഹിതം കൊടുക്കാതാവുമ്പോൾ എന്ത് ചെയ്യും? ഒരു പദ്ധതി തീർന്നാൽ, ഒരു പഞ്ചായത്തിലൊരു പദ്ധതി തീർന്നാൽ അതിന് ഫണ്ട് കിട്ടിയില്ല. ഇപ്പോൾ തന്നെ മാരകമായൊരു കുടിശ്ശിക കേരളത്തിലാകമാനം കിട്ടാൻ, കേരളത്തിലല്ല എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. കാര്യമായൊരു തുക കൊടുക്കാനുണ്ട്. ഇപ്പോൾ സൈറ്റ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഒരു പദ്ധതിയിലേക്ക് ചൂട് മാറാൻ പോവുകയാണ്. അപ്പോൾ ആ പദ്ധതി ചൂട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കൊടുക്കാനുള്ളത് കൊടുക്കുമായിരിക്കാം, സ്വാഭാവികമായിട്ടും കൊടുക്കാതിരിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പദ്ധതിയിൽ നമുക്ക് പൈസ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കിട്ടാതെ വന്നാൽ എങ്ങനെയാണ് കിട്ടാതെ വരുന്നത്? സംസ്ഥാന സർക്കാരിന് 40% കൊടുക്കാൻ കഴിയില്ല. സർക്കാരിന് ഒരു കാരണവശാലും ഏത് സർക്കാർ വന്നാലും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് നിർത്തലാക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ? പൈസ കൊടുക്കാതിരിക്കും. അപ്പോൾ 1, 2, 3 പദ്ധതി ഒരു പഞ്ചായത്തിൽ എടുത്തു.
എടുത്തു കഴിഞ്ഞാൽ ആ പദ്ധതിക്ക് പൈസ ഫണ്ട് മാറാതെ ബില്ല് മാറാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ തൊഴിലുറപ്പങ്ങ് നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന 125 തൊഴിൽ ദിനേക്ക് പോകാനായിട്ട് ഈ 25 തൊഴിൽ ദിനം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും. അത് 100 തികഞ്ഞാലേ 125ലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴത് പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ABC കാറ്റഗറി തിരിച്ചതോടുകൂടി എ കാറ്റഗറിയിൽ തൊഴിലുറപ്പുണ്ടോ എന്ന് പോലും സംശയമാണ്. ബി കാറ്റഗറിയിൽ പറഞ്ഞിരിക്കുന്നത് 100 തൊഴിൽ ദിനത്തിനെ കൊടുക്കൂ എന്നാണ് പറയുന്നത്. സി കാറ്റഗറിയിൽ 125 തൊഴിൽ ദിനത്തിന് ഈ പറയുന്ന 60% കൊടുക്കുമെന്നാണ് പറഞ്ഞത്. തത്വത്തിൽ പറഞ്ഞാൽ തൊഴിലുറപ്പിൽ ഈ ഒരു മാറ്റം കൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിലുറപ്പിൻ്റെ വേതനം കിട്ടുന്നത്, ദിവസം കിട്ടുന്നത്, തൊഴിൽ ദിനം കിട്ടുന്നത് വളരെ കുറയും എന്നുള്ളതാണ് വാസ്തവം. പുതിയ പദ്ധതി പ്രകാരം ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? പുതിയ പദ്ധതി പ്രകാരം നമുക്ക് ഏതൊക്കെ വർക്കുകളാണ് എടുക്കാൻ പറ്റുന്നത്, ഒരു പഞ്ചായത്തിൽ ഏതൊക്കെ വർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് പൂർണ്ണമായ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. എങ്കിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് ജിയോ ഫെൻസിങ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്. ജിയോ ഫെൻസിങ് അത് ഒന്നാമത്തെ പ്രശ്നമാണ്. ജിയോ ഫെൻസിങ് എന്താണ്? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതായത് ഇത് പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ജിയോ ഫെൻസിങ് കൊണ്ട് കാര്യമായ രീതിയിൽ ഒരു യാതൊരു വിധമായ അഴിമതിയില്ലാതെ നടക്കും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ജിയോ ഫെൻസിങ്ങിൻ്റെ പ്രശ്നം എന്താണ്? ഒരു 2 ഏക്കർ ഭൂമി കാട് മൂടി കിടക്കുകയാണ്. 2 ഏക്കർ ഭൂമി കാട് മൂടി കിടക്കുകയാണ്. അതിൻ്റെ അരികിൽ ഈ ഫെൻസിങ് ഏരിയയിൽ, വേലി ഏരിയയിൽ നമുക്ക് എത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എത്താൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ ചിലപ്പോൾ ഭയങ്കരമായ കാടായിരിക്കും, ചിലപ്പോൾ അഗാധമായ ഗർത്തമായിരിക്കും. അവിടെ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. പാമ്പ് കാണും, കുഴികൾ കാണും, അപകടങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടെ എങ്ങനെയാണ് ജിയോ ഫെൻസിങ് ചെയ്യേണ്ടത്? ഈ മൊബൈൽ ആപ്പുണ്ട്. ആപ്പിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഏത് പരിസരമാണ് ആ വസ്തുവിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകണമെന്നാണ്. ഫെൻസിങ് എവിടെയാണോ വരുന്നത് ആ ഫെൻസിങ്ങിലൂടെ നടക്കണം. അപ്പോൾ ആ വസ്തുവിൻ്റെ കൃത്യമായ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയും അത് മെഷർ ചെയ്യുകയും ചെയ്യും. ഇതാണ് രീതി. എങ്ങനെ നമ്മൾ പോകും? ഒരു കാരണവശാലും ഒരു ഓവർസിയറിനോ എഐക്കോ അവിടെ പോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ കാട് മൂടി കിടക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായ ഗർത്തമായിരിക്കും, അവിടെ പോകാൻ പറ്റില്ല. പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ എടുത്തതിന് ശേഷം, എസ്റ്റിമേറ്റ് എടുത്തതിന് ശേഷം, എല്ലാം കാട് മാറ്റിയതിന് ശേഷം ഒന്നുകൂടി മെഷർമെൻ്റ് എടുക്കാം. അത് പ്രായോഗികമാണ്. ഇത് പറഞ്ഞിട്ട് ഇത് നമുക്ക് സാധൂകരിച്ച് തന്നിട്ടില്ല. അത് കാരണമായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി, എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റാത്ത സ്ഥിതി, ഇത് ഭയങ്കരമായ ദുരൂഹമായ വിഷയമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഈ മസ്റ്റ് റൂളിൽ ഒപ്പിടുന്ന രീതിയായിരുന്നു. മസ്റ്റ് റൂളിൻ്റെ ഒപ്പിടുന്ന രീതി എങ്ങനെയാക്കി മാറ്റി? ഇത് ഓൺലൈനായിട്ട് ഓരോരുത്തരെയും ഫോട്ടോ എടുത്തുകൊണ്ട് ഒപ്പിടുന്ന രീതിയിലേക്ക് മാറ്റി. ഇത് സംഭവം നല്ലതാണ്, സുതാര്യമാണ്, അഴിമതി നടക്കില്ല, അത് വാസ്തവമാണ്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും, ഇത് ഗ്രാമീണ മേഖലയിലാണ് തൊഴിലുറപ്പ് കാര്യമായി നടക്കുന്നത്. ഈ ഗ്രാമീണ മേഖല പല സ്ഥലങ്ങളിലും മൊബൈൽ റേഞ്ചിൽ ഡാറ്റ റേഞ്ച് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒരാൾ ഒരു 10-25 തൊഴിലാളികൾ വരെയാണ്, ഒരു ജോലി എടുക്കാൻ വരെയാണ് വന്ന് അവിടെ നിൽക്കുമ്പോൾ ഇവർ മാറ്റുമാർ വന്ന് അവരുടെ മൊബൈലിൽ ആപ്പ് ഓൺ ചെയ്യുമ്പോൾ ആപ്പ് ഓൺ ആവില്ല. അവിടെ ഇത് ഒന്നുകിൽ സൈറ്റ് എററായിരിക്കും, പലപ്പോഴും സൈറ്റ് എററാവാറുണ്ട്. സൈറ്റ് എററാവുന്നുണ്ടെങ്കിൽ അന്ന് ജോലിയില്ല. ഇവർ കഷ്ടപ്പെട്ട് ഈ കുട്ടികളെയും സ്കൂളിലാക്കി എല്ലാ ജോലിയും ചെയ്ത് വെച്ചിട്ട് ഈ ജോലിക്ക് വേണ്ടി എത്രയോ ദൂരം സഞ്ചരിച്ച് നേരെ ആ ജോലി സ്ഥലത്തെത്തുമ്പോൾ ജോലിയില്ലാതെ തിരിച്ചു പോകുന്ന എത്രയോ ദിവസങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഡാറ്റ കിട്ടാത്തതിൻ്റെ പേരിന് അവർക്ക് ഫോട്ടോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അറ്റൻഡൻസ് എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലെത്തുമ്പോൾ അവിടെയും അന്നും വർക്ക് നടക്കാത്ത അവസ്ഥ. ഇത് രാവിലെയും അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്, വൈകുന്നേരവും അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ഈ രാവിലെ അറ്റൻഡൻസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അറ്റൻഡൻസ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ വൈകുന്നേരം അറ്റൻഡൻസ്, ഇങ്ങനെ ഈ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറച്ച് നിയമങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയിൽ സാധ്യമാണ്, ഉത്തരേന്ത്യയിൽ നിരന്ന പ്രദേശമാണ്, അവിടെയൊക്കെ സാധ്യമായിരിക്കാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭൂപ്രകൃതി വെച്ചുകൊണ്ട് ഇത് ഒരു കാരണവശാലും സാധ്യമായ കാര്യമല്ല. അപ്പോൾ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ, ഏത് സർക്കാരായാലും പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതാത് സ്ഥലങ്ങളിലുള്ള ഭൂപ്രകൃതിക്കനുസരിച്ചും അതാത് സംസ്ഥാനങ്ങളുടെ രീതിക്കനുസരിച്ചുമായിരിക്കണം നമ്മൾ ഓരോന്ന് തയ്യാറാക്കേണ്ടത്. അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഈ സുതാര്യമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒരു കാര്യം
ഒരു പഞ്ചായത്തിൽ, ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു പഞ്ചായത്തിൽ നടന്ന സംഭവം എന്ന് പറയുന്നത്, ഇത് ഒരു വസ്തുവിൽ പണികൾ നടന്നു. എത്രയോ ലക്ഷം രൂപയുടെ പണികൾ നടന്നു. പണികൾ നടന്നതിന് ശേഷം അതിന് ബോർഡ് വയ്ക്കണം. നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ബോർഡ് വയ്ക്കുന്നുണ്ട്. ഈ ബോർഡ് വയ്ക്കുന്ന ഭാഗത്ത് ഫോട്ടോ എടുത്തിടണമെന്നുണ്ട്. അപ്പോൾ വർക്ക് നടന്ന സ്ഥലത്ത് എന്തില്ല, മൊബൈൽ റേഞ്ചില്ല. അപ്പോൾ അതിനോട് ചേർന്ന ഒരു ഭാഗത്ത്, അല്പം റേഞ്ചുള്ള ഭാഗത്ത് ബോർഡ് വെച്ച് അവിടെ ഇത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ കേന്ദ്ര സംഘം അവിടെ അന്വേഷണത്തിന് വന്നു. പല സ്ഥലത്തും എല്ലാ വർഷവും വരാറുണ്ട്. ഈ വസ്തു അന്വേഷണത്തിന് വന്നപ്പോൾ ഇവർ മൊബൈൽ ഇരിക്കുന്ന ഭാഗം, ബോർഡിരിക്കുന്ന ഭാഗം വർക്ക് ചെയ്തിട്ടില്ല. അവിടെ അതിൻ്റെ ഒരു 10 മീറ്റർ പോലും ഇല്ല. ഈ വർക്ക് നടക്കുന്ന സ്ഥലം 10 മീറ്റർ. അവരുടെ എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്, സർവേ നമ്പറുണ്ട്, എല്ലാ കാര്യങ്ങളും ആ എസ്റ്റിമേറ്റിലുണ്ട്. പക്ഷേ കേന്ദ്ര സംഘം അത് കേൾക്കാൻ തയ്യാറാവാതെ ഇവിടെ വർക്ക് നടന്നിട്ടില്ല എന്ന്, പൂർണ്ണമായി വർക്ക് നടന്നിട്ടില്ല, അത് അവിടുത്തെ പൈസയെല്ലാം, ഫണ്ട് മൊത്തവും അവിടുത്തെ ജീവനക്കാരും രാഷ്ട്രീയക്കാരും എല്ലാം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നു. ഈ വാർത്ത പൊടിപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് ചാനലുകൾ എടുത്ത് പ്രചരിപ്പിക്കുകയും, ഇത് മോശമായ ഒരവസ്ഥയിൽ, ഇത് പുറത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, കേരളത്തിൽ നടക്കുന്നത് മൊത്തവും അഴിമതിയായിട്ടുള്ള വർക്കുകളാണ് നടക്കുന്നത് എന്നുള്ള വ്യാജ പ്രചരണം വരും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രായോഗികമായിട്ടല്ല ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്നാണ് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്. നിലവിലെ പദ്ധതി പ്രകാരം സ്വകാര്യ വ്യക്തികളുടെ വസ്തുക്കളിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തുമായിരുന്നല്ലോ. ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി? നിലവിലെ പദ്ധതി പ്രകാരം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ വസ്തുക്കൾ, പറമ്പുകൾ ഇത് കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. പറമ്പുകൾ കിളയ്ക്കുന്നത്, കൊത്തിക്കിളയ്ക്കുന്നത്, തെങ്ങിന് തടമെടുക്കുന്നത്, അല്ലെങ്കിൽ മഴക്കുഴികൾ എടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഈ മൺകയ്യാലകൾ എടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെറുകിട നാമമാത്ര കർഷകർ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SC ST വിഭാഗക്കാർക്കാണ്. ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ SC വിഭാഗത്തിന് ഭൂമികളില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ അപൂർവമായിട്ട് നമ്മുടെയൊക്കെ നാടുകളിൽ SC വിഭാഗത്തിൽപ്പെടുന്ന ഒരു വളരെ തുച്ഛമായ ഭൂമി മാത്രമേ ഉള്ളൂ. അവർക്കാണ് കൂടുതൽ ഭൂമി കിളയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇത് പറമ്പ് കൈകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഭൂമിയില്ല. ST വിഭാഗത്തിന് തിരുവനന്തപുരം ജില്ലയൊക്കെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഭൂമിയുണ്ട്, ST വിഭാഗത്തിന് ഭൂമിയുണ്ട്, അതുകൊണ്ട് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം വടക്കൻ മേഖലയിലോട്ട് ST വിഭാഗത്തിനും ഭൂമിയില്ല, ഭൂമി വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെയും ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളത് BPL വിധവയാണ്. BPLും വിധവയും അവിടെ നമുക്ക് എടുക്കാം. 5 ഏക്കർ വരെ ഉള്ള വസ്തുക്കൾ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം APLനും എടുക്കാം. ഇതെല്ലാം കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം APLനും എടുക്കാം. അവിടെയും 5 ഏക്കറിന് താഴെയുള്ള വസ്തുക്കളുള്ള ആൾക്കാരുടെ ഭൂമികൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയുള്ള ഒരു വിഷയം, ജിയോ ടാഗിങ് വന്നതോടുകൂടി, നേരത്തെ ആ നിയമമുണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. കാരണം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കണമെന്നുള്ളത് കൊണ്ട് പരമാവധി അഡ്ജസ്റ്റ്മെൻറ്റിൽ തയ്യാറായിക്കൊണ്ടാണ് പോയത്. പക്ഷേ ഇപ്പോൾ ജിയോ ടാഗ് വന്നതോടുകൂടി, ജിയോ ഫെൻസിങ് വന്നതോടുകൂടി സംഭവിച്ചെന്തോന്നാണ്, ഒരു മേഖല അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അത് 5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഭൂമിയിൽ പിന്നെ കയറാൻ കഴിയൂ. എങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തൊഴിലാളികൾക്ക് പണിയില്ലാതെ വരും. തൊഴിലാളികൾക്ക് പണിയില്ല. പലപ്പോഴും പലരും പറയുന്നത് വലിയ ഭൂമികൾ എന്തിന് നമ്മൾ അവിടെ ചെന്ന് പണികൾ ചെയ്തു കൊടുക്കുന്നു എന്ന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് അവർക്ക് പണി ചെയ്തു കൊടുക്കുന്നതിന് ഉപരി ഒന്ന് ഇത് കാർഷിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കും. അത് മാത്രമല്ല തൊഴിലാളികൾക്ക് പണിയുണ്ടാവും. തൊഴിലാളികൾക്ക് പണി കൊടുക്കൽ, ജോലി കൊടുക്കൽ എന്നുള്ളതാണ് ഈ സിസ്റ്റം പറയുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ ഇതേപോലുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. അപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ, 1 വർഷം ഏറ്റെടുത്താൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ എടുക്കാവൂ എന്നുള്ള ഒരു നിയമം, അത് കർശന നിയമമായതോടുകൂടി എന്ത് സംഭവിക്കും? ഇവർക്ക് തൊഴിൽ ദിനം കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരും. ചുരുക്കം പറഞ്ഞാൽ വീണ്ടും തൊഴിൽ ദിനത്തിൻ്റെ അളവ് കുറയുന്ന രീതിയാണ് ഓരോ നിയമങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ പദ്ധതിയിലേക്ക് മാറുമ്പോൾ താങ്കൾ പറഞ്ഞതിനനുസരിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരുമെന്നും തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സമൂഹത്തിൽ തന്നെ ഒരുപക്ഷെ തൊഴിലുറപ്പ് പദ്ധതി കുറച്ചു കാലം കഴിഞ്ഞാൽ നിന്നു പോകാൻ വരെ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് താങ്കളുടെ സംസാരത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം സ്റ്റാഫ് അസോസിയേഷൻ എന്ന് പറയുന്ന മെക്സ കേരള എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം
മാന്യമായ രീതിയിലുള്ള സമര പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജീവനക്കാർക്ക് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി വരാൻ വലിയ പേടിയാണ്. കാരണം എല്ലാവരും കരാർ ജീവനക്കാരായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു ദിവസം വിട്ടു നിന്നാൽ പോലും അവരെ ഭീഷണിപ്പെടുത്തി അവിടെ ഇരുത്തുന്നൊരു സ്വഭാവമാണ്. അപ്പോൾ സമരത്തിന് പോലും തയ്യാറാവാത്ത സ്റ്റാഫുകളാണ് ഇന്ന് നിലവിലുള്ളത്. എന്നിട്ട് പോലും നമ്മൾ പ്രതീകാത്മകമായി ആദ്യം നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ മാത്രം ഇരുന്നു കൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങളൊരു ധർണ നടത്തി. അത് നടത്തി നിവേദനങ്ങൾ കൊടുത്തു, എല്ലാവരെയും കയറി ഇറങ്ങി കണ്ടു. ആ നിവേദനത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 196 തവണ അത് ഞങ്ങൾ കൊടുത്ത നിവേദനം മാത്രമല്ല, യൂണിയനും ഒരു ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലേബലിലുള്ള ഒരു യൂണിയനുണ്ട്. ഞങ്ങൾ UDFൻ്റെ സംഘടനയാണ്. ആ യൂണിയനുമുണ്ട്. ആ യൂണിയൻ്റെ പേരാണ് ഇപ്പോൾ ആ ഫയലിൻ്റെ മുകളിൽ കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെ യൂണിയൻ്റെ പേര് ആ ഫയലിൽ വന്നിട്ടില്ല. അത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ രീതിക്ക് അനുസരിച്ചായിരിക്കും അങ്ങനെ പോയിട്ടുള്ളത്. പക്ഷേ എങ്കിലും അതിനുശേഷം ഈ അവസാനം വരെയും ഞങ്ങൾ കാത്തു. അവസാനത്തെ കഴിഞ്ഞ മാസം വരെയും കാത്തു എന്തെങ്കിലും ഇതിന് മാറ്റം വരും എന്ന്. കാരണം ക്യാബിനറ്റിൽ വരെ വെച്ചു, എന്നിട്ട് വീണ്ടും തട്ടിക്കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. വളരെ എല്ലാ എല്ലാ ജില്ലകളിൽ നിന്നും പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. വളരെ മാന്യമായിട്ടുള്ളൊരു ഇതായിരുന്നു. മുരളീധരൻ മുൻ KPCC പ്രസിഡൻറ്റും MP-യും ഒക്കെ ആയിരുന്ന മുരളീധരൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ സാറ് വളരെ ആക്റ്റീവായിട്ട് ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കയറി നടക്കുന്നുണ്ട്. എല്ലാ ഓഫീസുകളിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും പ്രതീക്ഷയ്ക്കൊത്ത് മാറ്റം വരുമെന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഇനിയും മാറ്റം വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാര്യത്തിൽ, ജീവനക്കാരുടെ കാര്യത്തിൽ വളരെ വല്ലാത്ത ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആശങ്കകൾ പങ്കുവച്ചത് മെക്സ കേരളയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരിങ്ങമല സജീവ് ഖാനാണ്. നമ്മൾ അദ്ദേഹം വെച്ച് നോക്കുമ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെയ്തു വന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളും പുതിയ ഒരു പേരുമാറ്റത്തിലൂടെയും അതിലെ മൊത്തം അടിമുടി മാറിയെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൊഴിൽ ദിനങ്ങൾ കൂട്ടി എന്ന് പറയുമ്പോൾ തന്നെ അത് നടത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ, ജീവനക്കാർക്ക് അതിൻ്റെ ജിയോളജി സർവേ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഭൂപ്രകൃതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ടല്ല പദ്ധതികൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെ കേരളത്തിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും ആ പദ്ധതി സ്വാഭാവികമായി നിർത്തലാക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ പതിയെ അതങ്ങ് ഇല്ലാണ്ടായി പോകുന്ന ഒരവസ്ഥ. സ്ത്രീ ശാക്തീകരണത്തിനാണെങ്കിലും സാമൂഹിക ശാക്തീകരണത്തിനാണെങ്കിലും കുടുംബങ്ങളിലേക്ക് ഒരു ചെറിയ വരുമാനമെങ്കിലും വന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. വളരെ അഭിമാനത്തോടു കൂടി സ്ത്രീകളെ സംബന്ധിച്ച്, സ്ത്രീകളാൻ തന്നെയാണ് ഇതിൽ കൂടുതലും, തുല്യ വേതനം എന്നതുകൂടി ഒരു ജെൻഡർ കോൺസെപ്റ്റ് കൂടി കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത്. പക്ഷേ അതിൽ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ തൊഴിലാളികളായിട്ടുള്ളത് സ്ത്രീകളായിരുന്നു. സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ കൃത്യമായ ഒരു തുക വന്നുകൊണ്ടിരിക്കുന്ന ഒരവസരം കേരളത്തിലുണ്ടായിരുന്നു. അത് സ്ത്രീകൾക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയായിരുന്നു. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് കൂടി ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയെ അവരുടെ പട്ടിണി മാറ്റുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു പദ്ധതിയെ നാമാവിശേഷമായി പോവുകയാണ്. കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ നാമാവിശേഷമായി പോവുകയാണ്. അപ്പം ന്യൂസ് ടുഡേ കേരളത്തിന് പറയുവാനുള്ളത്, ഇവിടുത്തെ ജനപ്രതിനിധികൾ, MLA-മാർ, മന്ത്രിമാർ, അതോടൊപ്പം MP-മാർ, മറ്റു സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ഒക്കെ തന്നെ ഇതൊരു പ്രശ്നമാണെന്ന് കണ്ട് ഇതിനെ പഠിച്ച് ഇതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ് ന്യൂസ് ടുഡേ കേരളത്തിന് നിങ്ങളോട് പറയുവാനുള്ളത്.